ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 27-ാം തിരുവചനം. എന്നാൽ ദൈവരാജ്യം കാണുന്നതിന് മുമ്പ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. അന്ന് ഈ തിരുവചനം കേട്ട ശിഷ്യന്മാർക്ക് കാര്യമായി പെട്ടെന്ന് പിടികിട്ടുവാൻ സാധ്യതയില്ലാത്ത ഒരു തിരുവചനം. അവരെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാകണം ദൈവരാജ്യം കാണുന്നതിന് തനിക്കും ആയുസ്സുണ്ടാകണം എന്ന്. കാരണം ഈ കൂട്ടത്തിൽ ചിലർ മരിക്കാതെ ദൈവരാജ്യം കാണും എന്നാണ് യേശു അവരെ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആർക്കൊക്കെയാണ് ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവുക? ദൈവരാജ്യം കണ്ടതിന് ശേഷം മരിക്കുവാൻ അർഹത ലഭിച്ചത് ആർക്കെല്ലാമായിരിക്കും? അതിൻ്റെ ആദ്യത്തെ ഉത്തരം ചെന്ന് നിൽക്കുന്നത് 3 ശിഷ്യന്മാരിലാണ്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ദൈവരാജ്യത്തിൽ യേശുവിൻ്റെ മഹത്വം കാണുവാനുള്ള ഭാഗ്യം ആദ്യം ലഭിച്ചത് ഈ 3 ശിഷ്യന്മാർക്കാണ്. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ നിന്നും മരിച്ചടക്കപ്പെട്ട മോശയും ഈ ഭൂമിയിൽ നിന്ന് അഗ്നിത്തേരിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയാവിൻ്റെയും മധ്യത്തിൽ മിന്നുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ദൈവിക പ്രകാശത്തിൽ നിൽക്കുന്ന യേശുവിനെ കാണുവാൻ സാധിച്ച 3 ശിഷ്യന്മാർ. അവർ കാണുക മാത്രമല്ല, ദൈവരാജ്യത്തിൽ നിന്ന് പിതാവാം ദൈവത്തിൻ്റെ ശബ്ദവും കേൾക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ശബ്ദം. യേശുവിൻ്റെ ദൈവിക മഹത്വത്തിൻ്റെ വെളിപ്പാട്, ദൈവപുത്രൻ്റെ ദൈവിക രാജ്യത്തിൻ്റെ ഭരണാധികാരം മനുഷ്യരുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നതിന് സാക്ഷികളാകുവാൻ യേശുവിനെ രൂപാന്തരം സംഭവിക്കുന്നത് കാണുവാനുള്ള അനുവാദം ലഭിച്ച 3 ശിഷ്യന്മാർ. എന്നാൽ ഇന്ന് നമുക്കും ആ ഭാഗ്യം ലഭിച്ചിട്ടുള്ളവരാണ്. നാം പൂർണ്ണമായും മനസ്സിലാക്കി വിശ്വസിക്കുന്നു എങ്കിൽ നാം വസിക്കുന്നത് യേശു സ്ഥാപിച്ച ദൈവരാജ്യത്തിലെ അംഗങ്ങളായിട്ടാണ്. ദൈവരാജ്യം എന്നത് വിദൂരതയിലുള്ള ഒരു വാഗ്ദാനം മാത്രമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെയും സ്വർഗാരോഹണത്തിലൂടെയും തൻ്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചതിലൂടെയും താൻ സ്ഥാപിച്ച ദൈവരാജ്യം. ആ രാജ്യത്തിലെ പൗരനാകാൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ആർക്കും അർഹതയുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന നിമിഷം മുതൽ ദൈവത്തിൻ്റെ ഭരണാധികാരം നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ആരംഭിക്കുന്നു. നാം സാധാരണ സ്വർഗത്തിലേക്കുള്ള യാത്രക്കാരൻ മാത്രമായി ചുരുങ്ങാതെ സ്വർഗത്തിൻ്റെ ജീവിതം ഭൂമിയിൽ ജീവിക്കുന്നവരായി, ഈ നശിച്ചു പോകുന്ന ലോകത്തിൻ്റേതല്ല, മറിച്ച് സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്കനുസരിച്ച് നടക്കുന്നവരായി നമ്മുടെ പ്രകാശം മനുഷ്യരുടെ മുൻപിൽ പ്രകാശിപ്പിക്കുവാൻ നമ്മോട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യേശു ആവശ്യപ്പെട്ട പ്രകാരം ജീവിച്ച് ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണ മഹത്വ ദിവസത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും നടന്നെടുക്കാം. വിശ്വസിച്ചാൽ ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ നമുക്കെല്ലാം വെളിപ്പെട്ട് വരുന്ന ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണ മഹത്വത്തിൻ്റെ ദിവസം, ആ ദിവസം വരെ ആത്മീകമായി മരിക്കാതെ ഇരിക്കുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.